തറാന മില്ലി എന്നുള്ള ബഹുമാനപ്പെട്ട അല്ലാമ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ എന്നവരുടെ ഒരു കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. തറാന മില്ലി പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകളുണ്ട്. അതിൽ പെട്ട മറ്റൊരു ഇതുപോലെയുള്ള കവിതയാണ് തറാന ഹിന്ദി. അതാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദു സിതാ ഹമാര എന്ന് തുടങ്ങുന്ന ആ കവിത. അപ്പോൾ ഈ ഒരു കവിതയിൽ പറയുന്നത് അദ്ദേഹം മുസ്ലിങ്ങളുടെ മുൻപ് കാലത്തുണ്ടായിരുന്ന അവരുടെ പ്രതാപവും അതുപോലെ തന്നെ ആ ഒരു സംസ്കാരവും മറ്റു അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു കവിതയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ ആശയം ആദ്യമായിട്ട് മനസ്സിലാക്കണം, പിന്നെ അതിൻ്റെ ഓർഡറും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. എന്നാലും ഇതിൻ്റെ അർത്ഥം പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഇത് നമുക്കറിയാം, അത് കാണാതെ പഠിക്കാനുള്ള ഒരു കവിതയായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതെടുക്കുന്ന ദിവസങ്ങളിൽ തന്നെ കുറച്ച് ആയിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിൽ തന്നെ ആ വരികൾ കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചീനോ അറബ് ഹമാര ഹിന്ദു സിതാ ഹമാര. ചൈനയും അറേബ്യയുമെല്ലാം നമ്മുടേതാണ്. അപ്പോൾ ഇതിനു മുമ്പ് പറയാൻ വിട്ടുപോയി, തറാന എന്ന് പറഞ്ഞ ഗാനം, മില്ലി എന്ന് പറഞ്ഞ ദേശീയ. അപ്പോൾ ദേശീയ ഗാനമാണ് തറാന മില്ലി എന്ന് പറഞ്ഞാൽ. പിന്നെ ചീനോ അറബ് ഹമാര ഹിന്ദു സിതാ ഹമാര. ചൈനയും അറേബ്യയുമെല്ലാം നമ്മുടേതാണ്. ഹിന്ദു സിതാ ഹമാര, ഇന്ത്യയും നമ്മുടേതാണ്. അപ്പോൾ അത് നമ്മുടേതാണെന്ന് പറയാൻ കാരണം മുസ്ലിങ്ങൾക്ക് പ്രത്യേകം ഒരു നാഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹം മുസ്ലിം ഹേ, നമ്മൾ മുസ്ലിങ്ങളാണ്. ഹമാര വതൻ, നമ്മുടെ സാരാ ജഹാ ഹമാര വതൻ ഹേ, സാരാ ജഹാ ഹമാര വതൻ ഹേ, ലോകം മുഴുവൻ നമ്മുടെ നാടാകുന്നു. അപ്പോൾ ഇസ്ലാമിന് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഒരു ഇല്ലായ്മയെ കുറിച്ചിട്ടാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. ഏതായാലും അദ്ദേഹം അടുത്തതായിട്ട് പറയുന്നത് തൗഹീദ് കി അമാനത്ത് സീനോ മേ ഹേ ഹമാര, ഹമാര സീനോ മേ തൗഹീദ് കി അമാനത്ത് ഹേ. അതാണ് അതിൻ്റെ ഓർഡർ. ഹമാരെ സീനോ മേ, നമ്മുടെ നെഞ്ചകങ്ങളിൽ. സീന എന്ന് പറഞ്ഞാൽ നെഞ്ച്. അത് നമ്മുടെ നെഞ്ചിൽ എന്തുണ്ട്? തൗഹീദിൻ്റെ അമാനത്ത്, വിശ്വസ്തതയുണ്ട്. അത് നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കും. ആസാൻ നഹി മിഠാന നാമോ നിശാൻ ഹമാര. ആസാൻ നഹി, എളുപ്പമല്ല. മിഠാന, മായ്ക്കൽ. നാമോ നിശാൻ ഹമാര, നമ്മുടെ പേരും നമ്മുടെ അടയാളങ്ങളൊന്നും മായ്ച്ചു കളയിൽ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പം ഇതിൻ്റെ ഓർഡർ ഹമാര നാമോ നിശാൻ മിഠാന ആസാൻ നഹി. ഹമാര, നമ്മുടെ, നാമോ നിശാൻ, പേരും അടയാളങ്ങളുമെല്ലാം, മിഠാന, മായ്ക്കൽ, ആസാൻ നഹി, എളുപ്പമല്ല. അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ കേട്ടോ. അടുത്തത് ദുനിയാ കെ ബുദ് ഖതോ മേ പഹ്ലാ വതൻ ഖുദാ പഹ്ലാ വഘർ ഖുദാ കാ. ദുനിയാ കെ, ദുന്യാവിൻ്റെ, ബുദ് ഖതോ മേ, വിഗ്രഹഗേഹങ്ങളിൽ, പഹ്ലാ വോ ഘർ ഖുദാ കാ, പഹ്ലാ വോ ഘർ, ആദ്യത്തെ വീട്, ഖുദാ കാ, ഖുദാ കാ, അള്ളാഹുവിൻ്റേതാണ്, ദൈവത്തിൻ്റേതാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ദുനിയാ കെ ബുദ് ഖതോ മേ പഹ്ലാ ഘർ ഓ ഖുദാ കാ. അത് ഏകദേശം അങ്ങനെ തന്നെയാണ്. ദുന്യാവിൻ്റെ ബുദ്ഖതോമെ, ദുന്യാവിൻ്റെ വിഗ്രഹങ്ങളിൽ, പഹ്ലാ ഘർ, ആദ്യത്തെ. ഇത് ഇങ്ങനെ തന്നെ മതി, പ്രത്യേകം ഓർഡർ മാറ്റേണ്ട. ഓക്കെ, നേരത്തെ തന്നെ അർത്ഥമാക്കാൻ കഴിയും. ഇനി ഹം ഉസ്കെ പാസ് ബാൻ ഹൈ വോ പാസ് ബാൻ ഹമാര. ഹം, നമ്മൾ, ഉസ്കെ, അവൻ്റെ, പാസുബാൻ ഹേ, നമ്മൾ അവൻ്റെ കാവൽക്കാരനാണ്. അതുപോലെ തന്നെ വോ പാസുബാൻ ഹമാര, അള്ളാഹു, ഹമാര, നമ്മുടെ, പാസുബാൻ, നമ്മുടെ സംരക്ഷകനാണ്. അപ്പോൾ പാസുബാൻ എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ, കാവൽക്കാരൻ, രണ്ടർത്ഥമുണ്ട്. അപ്പം തെയ്യോക്ക് സായമേ ഹം, തെയ്യോ, വാളുകളുടെ, സായമേ, സായ എന്ന് പറഞ്ഞാൽ തണലിൽ, സായമേ, തണലുകളിൽ, പൽഹം, നമ്മൾ, പൽക്കർ ജവാ ഹുയേ ഹൈ, വളർന്നിട്ട് യുവാക്കളായിരിക്കുന്നു. അപ്പം നമ്മൾ വളർന്നു യുവാക്കളായത് എന്തിൻ്റെ? തയോക്കെ സായമേ, തയോക്കെ, വാളുകളുടെ, സായമേ, തണലുകളിലാണ്. ഖിഞ്ചർ ഹിലാൽ കാഹേ കൗമി നിശാൻ ഹമാര. ഖിഞ്ചർ, കത്തി, ഹിലാലിക്ക ഹേ, ഹിലാലിക്ക, ഈ ചന്ദ്രൻ്റെ, ഹേ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ, ആദ്യത്തെ വരിൻ്റെ ഓർഡർ തന്നെയാണ്, പ്രത്യേകം മാറ്റാനില്ല. ഹം അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റാം, എന്ത് ചെയ്യാം? തയോക്കെ സായമേ ഹം പൽക്കർ, ഇല്ല, മാറ്റാനില്ല, തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ഹിഞ്ചർ ഹിലാലിക്കാഹെ കോമി നിസാൻ ഹമാര. ഹമാര കോമി നിസാൻ ഹിഞ്ചർ ഹിലാലിക്കാഹെ എന്നതിൻ്റെ ഓർഡർ. ഹമാര, നമ്മുടെ, കോമി നിസാൻ, നമ്മളെ ദേശീയ അടയാളം എന്താണ്?
ഹിഞ്ചർ ഹിലാല് കാഹെ. ഹിലാൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ആ ഒരു കത്തിയാണ്. കത്തി പോലെയുള്ള ഒരു എന്താണ്, ഇതിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കത്തിയായിട്ട് സങ്കല്പിക്കുകയും ചെയ്യാം. വേണമെങ്കിൽ എന്ത് ചെയ്യാം, കളർ കൊടുത്താല് നമുക്കൊരു ആ ഒരു പിടി വെച്ച് കൊടുത്താല് നമുക്ക് കത്തിയാക്കാം. അല്ലെങ്കിൽ പിടി ഇല്ലെങ്കിൽ എന്താക്കാം, ഒരു ചന്ദ്രന്റെ കലയാക്കല്ലേ. അതാണ് കവി ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ അത് മാത്രമല്ല, ഈ കത്തി എന്നുള്ള വാള് എന്നുള്ളതൊക്കെ എന്ത് നമ്മുടെ ഈ ഒരു ഈ ഇസ്ലാം മതത്തിന്റെ ഒരു വ്യാപനത്തിന് വളരെയധികം സഹായിച്ച ഒരു ഇതായതുകൊണ്ടാകും എന്താ അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം. ഇത് ആദ്യം പറഞ്ഞത് തന്നെയാണല്ലോ, തയ്യോം കെ സായമേഹം, വാളുകളുടെ നേരിലാണ് നമ്മൾ വളർന്നു വലുതായത് എന്നുള്ളതല്ലേ. അപ്പൊ അതിനോട് ഒരു ബന്ധം കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഓക്കെ. ഇനി അടുത്തത്, മഗ്രിബി വാദിയോ മേ ഗൂഞ്ചി അസാൻ ഹമാരി. ഹമാരി അസാൻ, നമ്മുടെ ബാങ്ക് ഗൂഞ്ചി മാറ്റൊലി കൊള്ളുന്നു. ഇത് എന്ത് ഗൂഞ്ചി പറഞ്ഞാൽ അത് എന്താണ്, മുഴങ്ങുന്നു. മാറ്റൊലി കൊള്ളുന്നു, അത് മുഴങ്ങുന്നു. മഗ്രിബി വാദിയോമേ, പാശ്ചാത്യൻ തായ്വരകളിൽ, അല്ലെങ്കിൽ പടിഞ്ഞാറൻ തായ്വരകളിൽ. അപ്പോൾ ഇത് മഷ്രിഖിൽ വന്ന ഈ ഒരു ഇത് ഇസ്ലാമിന്റെ ആ ഒരു ബാങ്ക് അല്ലെങ്കിൽ അതിന്റെ സന്ദേശം, അസാൻ എന്നുള്ള കവി ഉദ്ദേശിച്ചത് അതിന്റെ സന്ദേശം എന്നുള്ളത്, അത് എന്ത് മഗ്രിബിന്റെ തായ്വരകളിലെ പാശ്ചാത്യൻ തായ്വരകളിലും അത് മുഴങ്ങുന്നുണ്ട്. ധം ധാ നഥാ കിസി സേ സെയിലോ റവാ ഹമാര. ധംന എന്ന് പറഞ്ഞാൽ തങ്ങുക. അപ്പം ധം ധം ധാ നഥാ കിസി സേ, എവിടെയും അത് അടങ്ങിയിട്ടില്ല. സെയിലോ റവാ ഹമാര, നമ്മുടെ സെയിൽ എന്ന് പറഞ്ഞാലും റവ എന്ന് പറഞ്ഞാലും ഒഴുക്ക്, നമ്മുടെ ആ നടത്തം, അതൊന്നും ഒരിക്കലും ഇതുവരെ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, തങ്ങി നിൽക്കുകയോ അടങ്ങി നിൽക്കുകയോ ചെയ്തിട്ടില്ല. അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇത്രയും നമുക്ക് കാണാതെ പഠിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.